വിഷ്ണുമായ സ്വാമിനെ ഉപാസിക്കുമ്പോൾ 390 ചാത്തന്മാരുടെയും സാന്നിധ്യം അവിടെ അദൃശ്യമായിട്ട് നിലകൊള്ളും. ഈ 390 തത്വങ്ങളടങ്ങുന്നതായിട്ടുള്ള 390 ചാത്തന്മാരുടെ ചൈതന്യം വരുമ്പോഴാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി പൂർണ്ണതയോട് കൂടിയിട്ട് ഒരു ഉപാസകന്റെ കൂടെ നിൽക്കുക എന്ന് പറയും. ആദിമോൻ, പൊന്നുകരിൻകുട്ടി, പറക്കുട്ടി, ചേക്കുട്ടി, വഴിയിൽക്കുട്ടി, വാണിഭക്കുട്ടി, ഉലകിൽ മൂക്കാഞ്ചാത്തൻ, കർണച്ചാത്തൻ, പകടച്ചാത്തൻ, തീക്കുട്ടിച്ചാത്തൻ തുടങ്ങിയിട്ടുള്ള 390 ചാത്തന്മാരുടെയും പരിപൂർണമായിട്ടുള്ള ആ പരിലാളനയോടുകൂടിയാണ് വിഷ്ണുമായ സ്വാമി നിലകൊള്ളുന്നത്. പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തൻ സ്വാമി രാജാവാണ്. രാജകീയമായ പ്രൗഢിയോടുകൂടി നമ്മുടെ കൂടെ നിലകൊള്ളുമ്പോൾ നമ്മുടെ ആ പ്രയാസങ്ങൾ മാറ്റാനായിട്ട് ഒരു കാര്യം നടക്കാനാണെങ്കിൽ ആദ്യമോൻ പൊന്നുകരിൻകുട്ടിയോടാണ് സ്വാമി നമ്മുടെ ആജ്ഞ കൊടുക്കുക. ആജ്ഞ പ്രകാരത്തെങ്കിൽ യാതൊരുവിധ ഉപേക്ഷ കൂടാതെ അത് നടത്തി ആ വിഷ്ണുമായ സ്വാമിയുടെ ആജ്ഞ നിറവേറ്റി കൊടുക്കുന്നതാണ് ആദിമൻ പൊന്നുകരിൻകുട്ടി. അങ്ങനെ ഓരോ ചാത്തന്മാർക്കും ഓരോ സങ്കല്പങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ വാണിഭച്ചാത്തൻ, കുട്ടി വാണിഭക്കുട്ടി എന്നാണ് പറയുക. വാണിഭച്ചാത്തന്റെ സങ്കല്പം നമ്മൾ കച്ചവടം, അഭിവൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി തുടങ്ങിയിട്ടുള്ള വ്യവസായ സ്ഥാപനം